അമ്പനാട് എസ്റ്റേറ്റിലെ ഒരു റോഡാണ്. ഈ റോഡ് അച്ചൻകോവിലോട്ട് പോകുന്നതെന്നാണ് അറിഞ്ഞത്. ഈ റോഡിൽ കാട്ടാന പെണ്ണുങ്ങൾ ഇറങ്ങുന്നുണ്ടോ? രാത്രിയിൽ കാട്ടാന ഇറങ്ങുന്നതായിരിക്കാം. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഈ വ്യൂ പോയിന്റിലോട്ട് വന്നത്. കാരണം പകലൊന്നും കാട്ടാന ഇറങ്ങത്തില്ല എന്നൊരു വിശ്വാസം തോന്നി. അങ്ങനെയാണ് ഈ വ്യൂ പോയിന്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, സഞ്ചാരികളെല്ലാം വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ പാറപ്പുറമാണിത്. വ്യൂ പോയിന്റായിട്ട് ആൾക്കാരെല്ലാം പോകുന്നത്. അല്ല, ഈ പാറപ്പുറത്ത് കയറി നിന്നാൽ ഈ വനത്തിൻ്റെ ഭംഗി നല്ലവണ്ണം കാണാൻ പറ്റും. നല്ല ദൂരക്കാഴ്ച കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ ദൂരോട്ട് നോക്കുമ്പോൾ നല്ല ഫുള്ള് നല്ല പച്ചപ്പാണ്, നല്ല ഭംഗിയാണ് പ്രകൃതിയുടെ. അതോടൊപ്പം തന്നെ ഈ പാറപ്പുറത്തെ കയറുമ്പോൾ സൂക്ഷിക്കണം. ഈ പാറയുടെ ഇടുക്കിലൊക്കെ ഇത് കണക്ക് നല്ല വിഷമുള്ള പാമ്പുകൾ കാണും. അവിടെ വെച്ച് കണ്ടതാണ് ഇതിനെ. അണലിയാന്ന് തോന്നുന്നു, പക്ഷെ പച്ച കളറുണ്ട്. വനപ്രദേശമായോണ്ടായിരിക്കും ഇങ്ങനെ കളർ കിട്ടിയത് തന്നെ. ഈ കാണുന്ന വനത്തിൽ ആനയും പുലിയും കടുവയും തുടങ്ങിയ എല്ലാം ഒട്ടുമിക്ക മൃഗങ്ങളും ഉള്ളൊരു നല്ല വനം തന്നെയാണ്. ഘോരമായൊരു വനമാണിത്. ഇതിലെ കുറച്ചുകൂടെ ഈ വഴി ഉണ്ടായി, ഇതിൽ വീഡിയോയിൽ ഒരു വഴി കാണിക്കുന്നുണ്ട് ഞാൻ. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ വനത്തിൽ ചെന്ന് കയറാവുന്ന വഴിയാണിത്. ഇവിടെ ഈ ഒരു കടയേ ഉള്ളൂ, ഈ ഒരു ഏറമാഴ കടയാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ചായ എന്തെങ്കിലും കുടിക്കാം. അങ്ങനെ ഈ കടയിലൂടെ ഒന്ന് കയറിയതാ. ഇതിന് ചുറ്റും ഫെൻസിൽ ഇട്ടിട്ടുണ്ട്. രാത്രി ആനശല്യം കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഫെൻസിങ്ങിൽ കെട്ടിയേക്കുന്നത്. അന്നേരം അപ്പം അതിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് കരുതി, ഇവിടെ പകലൊക്കെ ആന ഇറങ്ങുമെന്ന്. ചേട്ടാ, പകൽ ആന വരുമോ? പകൽ വരുമോ ആന? പലപ്പോഴൊക്കെ വരുന്നത് പകല് പറയാൻ പറ്റത്തില്ല, എപ്പോൾ വരില്ലേ? രാത്രിയിൽ വരുമല്ലേ? ശല്യമുണ്ടോ? ഇല്ല. ശല്യമുണ്ടോ? ഇല്ല. ഈ ചെറിയ കാണുന്ന അരുവി, ഇത് മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണെന്ന പയ്യൻ പറഞ്ഞത്. ഈ വെള്ളത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, കാട്ടാന പിണ്ടം കിടക്കുന്നുണ്ടോ, ആനപ്പിണ്ടം. അന്നേരം സ്ഥിരമായിട്ട് പകലെല്ലാം ഇറങ്ങി മൃഗങ്ങൾ വരുന്നൊരു ഏരിയ ആണിത്. ഫെൻസിങ് ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഫെൻസിങ് വേണ്ടതാണ്. കാരണം ഇത്രയും സഞ്ചാരികൾ വരുന്നുണ്ട്. ഈ വനാതിർത്തി എവിടെയാണെന്ന് കറക്റ്റായിട്ട് ആർക്കും മനസ്സിലാകത്തില്ല. വനം എവിടെയാണ്, ഈ എസ്റ്റേറ്റിൻ്റെ തേയിലത്തോട്ടം എവിടെയാണെന്ന് നമുക്ക് കൺഫ്യൂഷനാവും. ഇത് തന്നെ നമ്മൾ തേയിലത്തോട്ടത്തിലോട്ട് പോവുകയാണ്. ഇവിടെ കണ്ട് ഓറഞ്ച് തോട്ടം ഉണ്ടെന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അമ്പനാട് എസ്റ്റേറ്റിൽ ഓറഞ്ച് തോട്ടമുണ്ട്. അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഈ വനം ഘോരമായ വനം തന്നെയാണ്, മൃഗങ്ങളെല്ലാം ഉണ്ട്. പുലി, കടുവ, ആന, എല്ലാ മൃഗങ്ങളും ഉള്ളൊരു വനമാണ് ഈ വഴി. ഇനി മൃഗങ്ങൾ, ആനയൊക്കെ വന്ന് വരുന്ന വഴിയാണെന്ന് അറിയത്തില്ല, അതോ വാച്ചർമാർ നടന്നു പോകുന്ന വഴിയാണെന്ന് അറിയത്തില്ല. അന്നേരം ഇച്ചിരി ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാമെന്ന് കരുതി. നമ്മളെന്തായാലും വന്നതല്ലേ, തേയിലത്തോട്ടോ ഓറഞ്ച് തോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന്. ഓറഞ്ച് ഉള്ള ഭാഗമാണെന്ന് തോന്നുന്നു. ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി ഒന്ന് നോക്കുവാണ്. ഒന്ന് പോയി നോക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാമല്ലോ. മൃഗങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല, മൃഗങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. മൃഗങ്ങളുണ്ടെങ്കിൽ ഭയങ്കര അപകടമാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് കരുതി. ശരിക്കും നല്ല വനമാണ്, കാരണം പാമ്പൊക്കെ ഉണ്ടോ എന്ന് സൂക്ഷിക്കണം. കുറച്ച് മുന്നോട്ട് ഒന്ന് പോയി നോക്കുവാണ്, എന്താണെന്ന് അറിയാമല്ലോ. ചെറിയ തേയിലക്കാടാണ്, വനത്തിൻ്റെ ഒരു ഏരിയ എന്ന് തോന്നുന്നു. വനം മേലോട് വനമായതുകൊണ്ട് വനത്തിൻ്റെ ഭാഗമാണ്.
പക്ഷേ തേയിലക്കാടാണ്, ഇത് എസ്റ്റേറ്റിൻ്റെ പുരയിടമാണ് ഇത്. ഫുള്ള് തേയിലയാണല്ലോ. അങ്ങനെ തേയിലക്കാടിൻ്റെ ഇടയിലൂടെ ഒന്ന് പോവുകയാണ്. മുന്നോട്ട് ഒന്ന് പോകാൻ തന്നെ ചെറിയൊരു തടസ്സമുണ്ട്. കാരണം ഭയങ്കര ഫുള്ള് കാടാണ്. ഫുള്ള് കാട് കയറി കിടക്കുവാണ് ഏരിയ മൊത്തം. ഒരു പാറയുണ്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കൊരു തറയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് പേടിയാവുന്ന രീതിയിലാണ്. കാരണം ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നുണ്ട് തറയിലല്ല. ആനപ്പിണ്ടങ്ങളാണ് കിടക്കുന്നുണ്ടോ. നമുക്കൊരു പേടിയുണ്ട്. കാരണം മുന്നോട്ടില്ല ആനപ്പിണ്ടം ഉണ്ടായതുകൊണ്ട് മൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം സ്ഥിരം വരുന്ന ഏരിയയാണിത്. പകലെല്ലാം ഇറങ്ങുന്ന ഏരിയയാണ്. ആനപ്പിണ്ടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. മൃഗങ്ങൾ വന്ന് തിന്നുന്ന ഏരിയയാണ് ഇവിടെ. അന്നേരം ഡേഞ്ചറാണ്. കുറച്ച് മുന്നോട്ട് പോയിട്ട് അന്നേരം പെട്ടെന്ന് വരുവാണ്. ഒന്ന് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയി നോക്കാമെന്ന് കരുതി. മൃഗങ്ങളെ കാണാനല്ല, ജസ്റ്റ് ഈ ഏരിയ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ശരിക്കും ഇനി മുന്നോട്ട് പോയ അപകടമാണെന്ന് തോന്നുന്നു. കാരണം ഡേഞ്ചർ ഏരിയ ആണിത്. ഏത് നിമിഷം മൃഗങ്ങളൊക്കെ വരും, ആനയൊക്കെ വരാൻ സാധ്യതയുണ്ട് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുവാണ്. കാരണം ഇത് സഞ്ചാരികളെ കാണിക്കുമെന്ന് വെച്ചാൽ, പ്രേക്ഷകരെ കാണിക്കുന്ന വെച്ചാലും ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇവിടെ പോകുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം. കാരണം പകലൊക്കെ ആനകൾ ഇറങ്ങുന്ന ഏരിയ തന്നെയാണ്. ആനപ്പിണ്ടം കണ്ടോ കിടക്കുന്നത്. കാരണം നമ്മൾ ഇനി മുന്നോട്ട് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഭയമുണ്ട്. അതുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ, ഈ അമ്പനാട് ഓറഞ്ചൊക്കെ ഉണ്ട്, തേയിലത്തോട്ടത്തിനിടയിൽ ഓറഞ്ചൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന് വന്നതാണ്. പക്ഷേ ഇത് ഡേഞ്ചറാണ്.